EMI എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകളും കാർഡ്സിൽ 50,000 രൂപ വരെ സേവ് ചെയ്യൂ. ലോ പ്രോസസിംഗ് ഒന്ന് രണ്ട് ദിവസമായിട്ട് വെയിലുണ്ട്. രണ്ടു ദിവസം മഴ പെയ്തില്ല. മഴ മാറി നിൽക്കുകയാണ്. എപ്പോഴാണ് പനിയെന്നറിയില്ല. സന്ദർശിക്കൂ അല്ലെങ്കിൽ ഈ ഓണം മൈജിക്കൊപ്പം പുതുമയുടെ ആഘോഷമാക്കാം. ഈ ഓണം കളറാക്കാൻ വേൾഡ് ക്ലാസ് ടിവികളുടെ ബെസ്റ്റ് കളക്ഷൻ, ബെസ്റ്റ് വിലക്കുറവ്, ബെസ്റ്റ് EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ. ഇതിനൊക്കെ പുറമെ മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസോണം. എല്ലാ മാസവും അവിടെ ആ ബസ് സ്റ്റോപ്പിൽ ഇട്ടുകൊണ്ടിരുന്നത് കുറേ പ്രൈവറ്റ് ബസ്സുകൾ നമ്മൾ പോകുന്നതിൻ്റെ പുറകെ അവൻ കൊട്ടേഷനായിട്ടാണ്. പ്രൈവറ്റ് ബസ്സുകളും 11,000 പ്രൈവറ്റ് ബസ്സുകൾ അല്ല 11,000 അതിൻ്റെ 20,000 പ്രൈവറ്റ് ബസ്സുകൾ കോവിഡിന് മുമ്പുണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞ് അതിൻ്റെ എണ്ണം 6,000 ആയിട്ട് കുറഞ്ഞതാണ്. അതായത് കേരളത്തിൽ മിക്ക സ്ഥലത്തും പ്രൈവറ്റ് ബസ്സുകൾ നിർത്തിപ്പോയി. കോലഞ്ചേരിയിൽ മാത്രമേ ഇരട്ടിയായി പ്രൈവറ്റ് ബസ്സുകൾ. അത് ഡി കമ്പനി കാശ് കൊടുത്ത് ഇറക്കി വിടണമെന്ന് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ. അത് നമ്മുടെ മുമ്പിൽ കൂടെ ബ്ലോക്ക് ചെയ്ത് നടക്കാൻ വേണ്ടി കുറേ എണ്ണത്തിന് കൊട്ടേഷൻ കൊടുത്ത് ഇറക്കി വിട്ടേക്കും പ്രൈവറ്റ്. മിക്കവാറും ഇതിൻ്റെ ഓണേഴ്സൊക്കെ ഡി കമ്പനി എടുത്തിട്ട് കോലഞ്ചേരിക്കും അതിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സുകൾ. എവിടെ പോയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലാണ് അവരുടെ പരിപാടി. അപ്പോൾ മിക്കവാറും അതിൻ്റെ ആളുകളായിരിക്കാം. മുംബൈ ഡി കമ്പനീൻ്റെ ആളുകളായിരിക്കും. മിക്കവാറും വല്ല കൊട്ടേഷൻകാരെയൊക്കെ ബസ് ഡ്രൈവേഴ്സായിട്ട് കൊണ്ടുവന്നിട്ടേക്കണായിരിക്കും. ഇന്ത്യ പോലീസ് വെരിഫിക്കേഷൻ നടത്തി അറിയാം എന്തൊക്കെയാണ്. ടെക്നോളജിയുള്ള യൂറോപ്പിലെ ബെസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആണ്. റിലാക്സേഷന് ദി ബെസ്റ്റ് ചോയ്സ്. 5 വേരിയന്റുകൾ, വാറന്റി, 100 നൈറ്റ്സ് ട്രാവൽ ചാർജ്. മന്ത്രി, രാജ്യത്താളുകൾ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സ്ചേഞ്ച് രേഖകളിൽ ഒന്നും കാണുന്നില്ല. ഇതാണ് ഡബ്ബ ട്രേഡിംഗ് എന്ന മായാജാലം. എല്ലാ സ്ഥലത്തും ആളെ ഇറക്കിയിട്ടുണ്ട്. മുംബൈ ഡി കമ്പനി പ്രൈവറ്റ് ബസ് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും അവന്മാരാളെ ഇറക്കിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ പിള്ളേർ പോകുന്ന ഡിവൈൻ എന്ന് പറഞ്ഞ ബസ് വരെ ഇൻഫോ പാർക്കിലേക്ക് അതിൽ വരെ അവന്മാരുടെ ഡ്രൈവർമാരാണോ സംശയമുണ്ട്. അത് ഇനിയിപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് തന്നെ ആ ഡിവൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണർഷിപ്പ് തന്നെ അവന്മാർ ഏറ്റെടുത്തിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമൊക്കെ വണ്ടി കൃത്യമായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. $250